നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ചയിൽ 2024 ഡിസംബർ വരെ പി എസ് സി നടത്തിയ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ചോദ്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി 108 ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തു. നമുക്ക് ആരംഭിക്കാം. 109ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെയാണ് കൂട്ടുകാരെ? അത് കൊൽക്കത്ത. എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്തയാണ് അല്ലേ. അതേപോലെ പി എസ് സി മറ്റൊരു പരീക്ഷ ചോദിച്ചു, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ഏതാണ്? അത് ബംഗളൂരു. എവിടെയാണ്? ബംഗളൂരു. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ എവിടെയാണ്? അത് കൊൽക്കത്ത. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ എവിടെയാണ്? അത് ബംഗളൂരു. ഓക്കെ അല്ലേ? യെസ്. ഇനി ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊൽക്കത്ത, അമൃത്സർ. എന്താണ്? ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന എവിടെയാണ്? കൊൽക്കത്തയും അമൃത്സറിനെയുമാണ് ഇത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് അല്ലേ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സുവർണ ചതുഷ്കോണം. സുവർണ ചതുഷ്കോണം എന്താണ്? സുവർണ ചതുഷ്കോണം ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡ് പദ്ധതിയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെ നഗരങ്ങളെയാണ്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. ഇപ്പം പി എസ് ഇത്തരത്തിൽ രണ്ട് തരത്തിൽ ഈ ചോദ്യം ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. എന്താണ്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡ് പദ്ധതി ഏതെന്ന് പി എസ് ചോദിച്ചു. മറ്റൊരു ടൈപ്പ് ഇതേ ക്വസ്റ്റ്യൻ മറ്റൊരു ടൈപ്പ് ചോദിച്ചു എങ്ങനെയായിരുന്നു? സുവർണ ചതുഷ്കോണം പദ്ധതിയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയ നഗരങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ നഗരങ്ങളുടെ പേര് ഒന്ന് മാറി നൽകിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ 4 നഗരങ്ങളാണ് സുവർണ ചതുഷ്കോണം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പഠിച്ചു വെക്കുക. ഇനി ഇന്ത്യൻ റെയിൽവേയുടെ പിതാവാരാണ്? അത് ഡൽഹൌസി ആണല്ലേ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവാരാണ് കൂട്ടുകാരെ? ഡൽഹൌസി. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവാരാണ്? ഡൽഹൌസി. സുവർണ ചതുഷ്കോണം ഏതൊക്കെ നഗരങ്ങളെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഓക്കെ അല്ലേ. ഇനി ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്തയും അമൃത്സർ. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ കൊൽക്കത്ത മെട്രോ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ ആണ് ബംഗളൂരു മെട്രോ. ഓക്കെ അല്ലേടാ? യെസ്. ഇനി 18ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ച എവിടെയാണ്? ഇംഗ്ലണ്ടിലാണല്ലേ. 18ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ച എവിടെയാണ്? ഇംഗ്ലണ്ട് ആണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ജില്ലയിലെ ഷൊർണൂറാണ്. എവിടെയാണ്? ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? അത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂറാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണ്? എന്താണ്? അലഹബാദ് ആണ്. അലഹബാദ് ഹാൽഡിയ 1620 കിലോമീറ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ബന്ധിപ്പിക്കുന്നത് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് അല്ലേ. ഇനി ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം എത്രയാണ്? 13 ആണല്ലേ. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം 13 ആണ്. അതിൽ പൊതുമേഖല ഏതാണ്? 12. സഹകരണ മേഖലയിൽ 1. ഏതാണ്? പൊതുമേഖല 12, സഹകരണ മേഖല 1. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം എത്രയാണ്? 13. ഇനി ഇന്ത്യയിൽ ആധുനിക വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജംഷഡ്ജി ടാറ്റ. ആരാണ്? ജംഷഡ്ജി ടാറ്റ. ഇന്ത്യൻ ആധുനിക വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജംഷഡ്ജി ടാറ്റയാണ്. വ്യാവസായിക മേഖലയുടെ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. എത്രാം പഞ്ചവത്സര പദ്ധതി? രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക മേഖലയുടെ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇനി കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? അതും ശ്രീനാരായണ ഗുരുവാണ്. ആരാണ്? ശ്രീനാരായണ ഗുരു. അപ്പം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. എങ്കിലേ സമത്വ സമാജം സ്ഥാപിച്ച ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് അല്ലേ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ചവറയച്ചനെയാണ്. ആരെയാണ്? ചവറയച്ചൻ. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് ചവറയച്ചൻ. ഇനി സെൻറ്റ് ജോർജ് പ്രസിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം.
ജ്ഞാനപീയൂഷം. ഏതാണ്? ജ്ഞാനപീയൂഷം. സെന്റ് ജോർജ് അല്ല, എന്താ പറഞ്ഞേ, സെന്റ് ജോസഫ് പ്രസിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. സെന്റ് ജോസഫ് പ്രസിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം അല്ലേ. ഇനി കുട്ടിക്കാലത്ത് ഗോവിന്ദൻകുട്ടി, എന്താണ്? കുട്ടിക്കാലത്ത് ഗോവിന്ദൻകുട്ടി എന്നറിയപ്പെടുന്ന ആരാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാലനാമമാണ് ഗോവിന്ദൻകുട്ടി. ഓർത്തിരിക്കുക, ഗോവിന്ദൻകുട്ടി എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഇനി അരയ സമാജം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയൻ. ആരാണ്? വേലുക്കുട്ടി അരയനാണ് അരയ സമാജം സ്ഥാപിച്ചത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഷൺമുഖദാസൻ, കാഷായം ധരിക്കാത്ത സന്യാസി, സർവ്വവിദ്യാധി രാജ എന്നീ പേരറിയപ്പെടുന്ന ആരാണ്? അത് ചട്ടമ്പി സ്വാമിയാണ്. ആരാണ്? ചട്ടമ്പി സ്വാമി. ഷൺമുഖദാസൻ, കാഷായം ധരിക്കാത്ത സന്യാസി, സർവ്വവിദ്യാധി രാജ എന്നീ പേരിൽ അറിയപ്പെടുന്ന ആരാണ്? ചട്ടമ്പി സ്വാമി അല്ലേ. ഇനി 129ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. ആരാണ് വില്ലുവണ്ടി സമരം നടത്തിയത്? അയ്യങ്കാളിയാണ് അല്ലേ. ഏത് വർഷമാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത്? 1893. 1893. എന്തിനാണ് അയ്യങ്കാളി നടത്തിയത്? വില്ലുവണ്ടി യാത്ര നടത്തിയത് പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം 1893. ഇനി പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി സ്കൂൾ സ്ഥാപിച്ച എവിടെയാണ്? അത് വെങ്ങാനൂർ. എവിടെയാണ്? വെങ്ങാനൂരിലാണ് അല്ലേ. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി സ്കൂൾ സ്ഥാപിച്ച എവിടെയാണ്? അത് വെങ്ങാനൂർ. ഇനി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് കൂട്ടുകാരെ? ഇന്ദിരാഗാന്ധി അല്ലേ. ഇനി തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയം എഴുതിയ വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള. ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയം എഴുതിയ വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ പിന്നോക്ക ജാതിയിൽപ്പെട്ട ഇവർക്ക് വേണ്ടി അയ്യങ്കാളി സ്കൂൾ സ്ഥാപിച്ച എവിടെയാണ്? അത് വെങ്ങാനൂരിലാണ്. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം 1893. ഇനി ഷൺമുഖദാസൻ, കാഷായം ധരിക്കാത്ത സന്യാസി, സർവ്വവിദ്യാധി രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? അത് ചട്ടമ്പി സ്വാമി. ആരാണ്? ചട്ടമ്പി സ്വാമി. അരയ സമാജം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയനാണ്. ഓക്കെ അല്ലേ. അപ്പം എത്ര ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചർച്ച ചെയ്തത്? 132 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, സി യു.